ഭീകര പ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എംപിമാരുടെ പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് ദഹിക്കാതെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കുകയാണ് കാണാൻ കഴിയുന്നത്. ജയറാം രമേശ് അടക്കമുള്ളവരാണ് പാർലമെന്ററി വിദേശകാര്യ സമിതിയുടെ ചെയർമാനായ തരൂരിനെതിരെ ഒളിയമ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടി നൽകിയ പേര് വെട്ടി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയതാണ് ജയറാം രമേശിന് ദഹിക്കാത്തത്. തങ്ങളോട് പേരുകൾ ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധത ഇല്ലായ്മയാണെന്നാണ് ജയറാം രമേശിന്റെ പ്രസ്താവന. സർക്കാർ 4 പേരുകൾ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾ അവർക്ക് അത് നൽകുകയും ചെയ്തു. എന്നാൽ സർക്കാരിന്റെ പത്രക്കുറിപ്പ് അതിശയിപ്പിക്കുന്നതായിരുന്നു. സർക്കാരിന്റെ പേരുമാറ്റം സത്യസന്ധതയല്ല, സർക്കാരിന്റെ നയതന്ത്രം പരാജയപ്പെട്ടു. ഇതാണ് അവസരവാദ രാഷ്ട്രീയം. സർക്കാർ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം, സർവകക്ഷി സംഘത്തെ സ്വാഗതം ചെയ്യുന്നു, പക്ഷെ പേരുകൾ ചോദിച്ചിട്ട് പ്രഖ്യാപിക്കാതിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സത്യസന്ധത ഇല്ലായ്മയാണ്. 4 പേരുകളിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്തില്ലെന്നും ജയറാം രമേശ് വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രസ്താവനയ്ക്കൊപ്പമാണ് തരൂരിന്റെ പേര് പറയാതെ വിമർശനം ഉന്നയിച്ചതും. താനടക്കം ഒരുപാട് പേർ കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസുകാരനായി തുടരുന്നതും വ്യത്യാസമുണ്ട് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ രംഗത്ത് വന്നു. ദേശീയ താല്പര്യമുള്ള വിഷയമായതിനാലും തന്റെ സേവനം ആവശ്യമുള്ള സന്ദർഭമായതിനാലും ക്ഷണം താൻ അഭിമാനത്തോടു കൂടി സ്വീകരിക്കുന്നതായി ശശി തരൂർ പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെയും പ്രതികരണം. തരൂരിനെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം നടത്തുന്നതെന്ന ആരോപണം ശക്തമാണ്. ഇപ്പോഴത്തെ വിമർശനങ്ങളടക്കം ഓപ്പറേഷൻ തരൂരിന്റെ ഭാഗമായാണെന്നാണ് വിമർശനം. കുറച്ചു കാലമായി തന്നെ കോൺഗ്രസ് നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചാണ് തരൂരിന്റെ യാത്ര എന്നാണ് വിമർശനം. US ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലേക്കാണ് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പോവുക. പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ ലോകത്തിനു മുൻപിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കുന്നതിനുമായാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സർവകക്ഷി സംഘത്തെ അയക്കുന്നത്. ആകെ 7 സംഘങ്ങളാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. ഇതിൽ 4 സംഘങ്ങളെ നയിക്കുന്നത് BJP NDA നേതാക്കളുമാണ്. രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ, JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ് ഭരണകക്ഷിയിൽ നിന്നുള്ളവർ. പ്രതിപക്ഷത്തു നിന്ന് ശശി തരൂർ, NCP ശരത് പവാർ വിഭാഗത്തിലെ സുപ്രിയ സുലെ, DMK നേതാവ് കനിമൊഴി എന്നിവരാണ് ഉള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 40 പേരാണ് ഈ 7 സംഘത്തിൽ ഉൾപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ശശി തരൂരിന് പുറമെ CPM പ്രതിനിധിയായി ജോൺ ബ്രിട്ടാസും BJP പ്രതിനിധിയായി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർ ഏത് സംഘത്തിലാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല.